ത്രിയേക ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. അഭിമന്യ തിരുമേനി, കർത്താവിൻ്റെ കരയും സ്നേഹം നൽകിയിരിക്കുന്ന യുവജനപ്രസ്ഥാന പ്രവർത്തകരെ, സർവസ്കൂൾ അധ്യാപകരെ, വിദ്യാർത്ഥികളെ, വർത്തമാനയും സമാജ പ്രവർത്തകരെ, യുവജനപ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിൽ എല്ലാ വർഷങ്ങളിലും പരിശുദ്ധ വലിയ തോതിൽ ബെൽറ്റോ പ്രെയർ മീറ്റിംഗ് നടത്തപ്പെടാറുള്ളത് നമുക്കറിയാം. ശനിയാഴ്ച സന്ധ്യകളിലാണ് സാധാരണ ക്രമീകരിക്കുന്നത്. എന്നാൽ ഈ വർഷം യുവജനപ്രസ്ഥാന പ്രവർത്തകരുടെ ജോലിയും അതുപോലെ തന്നെ എക്സാം കാര്യങ്ങളൊക്കെയും ആയതുകൊണ്ട് സൺഡേ ആഫ്റ്റർ ഹോളി പരിപാടിക്ക് ശേഷം നടത്തപ്പെട്ട വരികയും ഇന്നേ ദിവസം തിരുമനസ്സിനെ നമുക്ക് ലഭിച്ചത് വളരെ അനുഗ്രഹപ്രദമാണ്. ഇന്ന് തിരുവേദിയോട് നേരത്തെ ജനപ്രസ്ഥാന പ്രവർത്തകരുടെ ആവശ്യപ്രകാരം കുഞ്ഞുങ്ങളുമായിട്ടൊരു ഇൻട്രാക്ഷൻ, അവരുടെ സംശയങ്ങൾക്ക് മറുപടിയും ചോദ്യങ്ങൾക്ക് ഉത്തരവുമൊക്കെയും ആധ്യാത്മിക കാര്യങ്ങളിലും ഒക്കെയും ഉത്തരം ലഭിക്കുവാനുള്ള ഒരു സന്ദർഭമായിട്ട് ഇതിനെ നമുക്ക് ഉപയോഗപ്രദമാക്കാം. അതുപോലെ തന്നെ വനിതാ സമാജ പ്രവർത്തകർക്കും ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ബൈബിൾ പരമോ ഉള്ള കാര്യങ്ങളൊക്കെ ടെസ്റ്റ്മെൻ്റാണ് തിരുമേനി പഠിപ്പിക്കുന്നത്. തിരുമേനിയുടെ സെമിനാരിയിൽ തിരുമേനി അധ്യാപകനായിട്ട് അനേക വർഷക്കാലം സേവനം ചെയ്യുക ഒരു വ്യക്തിത്വമാണ്. തിരുമേനിയുടെ സബ്ജക്റ്റ് ടെസ്റ്റ്മെൻ്റാണ്. പുതിയ നിയമത്തിലെ സംബന്ധിച്ചൊക്കെ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കുവാനായിട്ട് ഇപ്പോൾ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തണം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നത് പോലെ തന്നെ ഉദാശയ കാര്യങ്ങളെക്കുറിച്ചൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ചോദിക്കാവൂ. സന്ദർഭം ഉചിതമായിട്ട് സമയത്തെ വിനിയോഗിക്കുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അധ്യാപകരെ, വിദ്യാർത്ഥികൾ, സമരത സമാജ പ്രവർത്തകരൊക്കെയും ഇതിൽ അന്വാർത്ഥമായിട്ട് ഈ സമയത്ത് ഉപയോഗപ്രദമാകണം എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. തിരുമേനിയുടെ വിലയേറിയ സമയം നമുക്ക് ലഭിച്ചത് വളരെ അനുഗ്രഹപ്രദമാണ്. ഒത്തിരി നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു. തിരുമേനിയെ ഈ ബെൽറ്റോ പ്രെയർ മീറ്റിംഗിലേക്ക് യുവജനപ്രസ്ഥാന പ്രവർത്തകരുടെയും എല്ലാ ആധ്യാത്മിക സംഘ പ്രവർത്തകരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഇപ്പോൾ മുൻ ഓർഗനൈസറായിരുന്ന ഷോണ ഇതിനെക്കുറിച്ച് നിങ്ങളോട് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ നൽകുന്നതാണ്. ഏറ്റവും ബഹുമാനത്തോടെ ഈ ദിവസം നമ്മുടെ ദേവാലയത്തിൽ കടന്നു വന്ന് ഇന്ന് വിശുദ്ധബലി അർപ്പിച്ച് നമ്മളെ ഗ്രഹിച്ച ഏറ്റവും സ്നേഹം നിറഞ്ഞ മലങ്കര സഭയുടെ ചെങ്ങന്നൂർ അഭിനന്ദ ഡോക്ടർ മാത്യൂസ് മാത്യു തിരുവേനി, ഇടവകയുടെ വികാരി, ഇന്നിവിടെ കൂടിയിരിക്കുന്ന യുവജന പ്രസ്ഥാന പ്രവർത്തകരും സൺഡേ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും, എല്ലാ വർഷവും നമ്മുടെ ഇടവകയുടെ യുവജന പ്രസ്ഥാനം മാർഗ്രീഗോറിയോസ് ഓർത്തഡോക്സ് യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ നടന്നു വരുന്ന നോമ്പ് കാലത്തെ പ്രയർ മീറ്റിംഗാണ് ഈ മയൽത്തോ പ്രയർ മീറ്റിംഗ് എന്ന് പറയുന്നത്. എല്ലാ വർഷവും നമ്മുടെ യുവജന പ്രസ്ഥാനക്കാരൻ ശനിയാഴ്ച വൈകുന്നേരം കൂടുകയും വേദപുസ്തകം വായിക്കുകയും ഒരു ചിന്താവിഷയത്തെപ്പറ്റി സംസാരിക്കുകയും അതിനെപ്പറ്റി പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു അല്പം നേരത്തെ കൂട്ടായ്മയാണ് ഈ മയൽത്തോ പ്രയർ മീറ്റിംഗ്. ഈ വർഷവും വളരെ ഭംഗിയായി കഴിഞ്ഞ 2 ആഴ്ചകളിൽ അത് നടത്തപ്പെട്ടു. ഇന്ന ദിവസം നമുക്ക് ഈ മയൽത്തോ പ്രയർ മീറ്റിംഗിൽ നമ്മുടെ ഇന്നത്തെ ചിന്താവിഷയം പങ്കുവെക്കാൻ വന്നിരിക്കുന്നത് അഭിനന്ദ തിരുമേനിയാണ്. ഏറ്റവും സ്നേഹത്തോടെയും ഏറ്റവും ആദരവോടും കൂടി തന്നെ തിരുമേനിയെ നമ്മുടെ ഈ പ്രയർ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുകയും തുടർന്ന് തിരുമേനി സംസാരിക്കുകയും ചെയ്യും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടുപേർക്ക് സംശയം ചോദിക്കുകയാണോ അതോ പ്രസക്തമാണോ എന്തുവാണെന്ന് നമുക്ക് അറിയാൻ പാടില്ല. എത്ര സമയം എടുക്കാമെന്നുള്ളത് അറിയുന്നില്ല. ഏതായാലും വചനം
വചനിപ്പ് പെരുന്നാളാണ് ഈ വരുന്ന ചൊവ്വാഴ്ച. കേട്ടിട്ടുള്ള വചനിപ്പ് പെരുന്നാളിനെ കുറിച്ച് എന്തോ അതിനർത്ഥം? അച്ഛന്മാർ പറയുന്നത് വെള്ളിയാഴ്ച പോലും വചനിപ്പ് വന്നാൽ വിശുദ്ധ കുർബാന അർപ്പിക്കണം. നമുക്ക് പറഞ്ഞിട്ടുണ്ടോ? ഏതാണ്ട് 2-3 വർഷം മുമ്പ് വെള്ളിയാഴ്ച വചനിപ്പ് പെരുന്നാൾ വന്നായിരുന്നു. അന്ന് രാവിലെ കുർബാന ചൊല്ലിയതിന് ശേഷമാണ് വെള്ളിയാഴ്ചത്തെ ചടങ്ങ് നോക്കുന്നത്. എന്തോ അതിൻ്റെ അർത്ഥം എന്തോ, അത് പ്രാധാന്യം എന്തോ? രാവിലെ ഞാൻ പറഞ്ഞതിനേക്കാൾ കൂടുതൽ എന്തെങ്കിലും പറയാൻ നമ്മുടെ സഭയിലെ പെരുന്നാളുകളുടെ ഏറ്റവും വലിയ പെരുന്നാളാണ് വചനിപ്പ് പെരുന്നാൾ. കാരണം ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യൻ സമ്മതം കൂടിയ ഒരു ദിവസമാണ്. ദൈവം ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. അതിനനുകൂലമായ ഒരു സമ്മതം ലഭിക്കാൻ വേണ്ടി ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുമ്പോഴാണ് അറിയാമെന്ന് പറഞ്ഞത്, ഞാൻ കർത്താവിൻ്റെ ദാസി, എൻ്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. ഞാൻ നിങ്ങളെല്ലാവരും ഏദൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഏദൻ തോട്ടത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? ആദാമും ഹവ്വായും ഉണ്ട്. ആദാമിനെ ആണോ ആദ്യം സൃഷ്ടിച്ചത്? ഹവ്വായെയാണ് സൃഷ്ടിച്ചത്. ആദാമിനെ ആദ്യം സൃഷ്ടിച്ചു. രണ്ടാമത് ഹവ്വായെ എങ്ങനെയാണ് സൃഷ്ടിച്ചത്? അപ്പോൾ ആദ്യത്തെ ആദാമിനെ മണ്ണുകൊണ്ടാണ് സൃഷ്ടിച്ചത് അല്ലേ? ഹവ്വായെ എന്തുകൊണ്ടാണ് സൃഷ്ടിച്ചത്? എല്ലുകൊണ്ടാണ് സൃഷ്ടിച്ചത് അല്ലേ? ആസിഡ് വീണാലും ചിലപ്പോൾ ഉണ്ടാകില്ല. മണ്ണാണ് ഇച്ചിരി വെള്ളമൊക്കെ വീണാൽ ഒന്ന് കരച്ചിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവരൊക്കെ മനസ്സിലായി അല്ലേ? അതേസമയം പെണ്ണുങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അസ്ഥി കൊണ്ടാണ് അല്ലേ? അപ്പോൾ അവരെ രണ്ടുപേരെയും സൃഷ്ടിച്ചു. എവിടെയാക്കി? ഫ്ലാറ്റിലാണോ ആക്കിയത്? ഏദൻ തോട്ടത്തിൽ അല്ലേ? ഏദൻ തോട്ടത്തിൽ എന്തൊക്കെയുണ്ട്? ചക്കയും മാങ്ങയും തെങ്ങും മൊസാണ്ടയും മുല്ലയും പിന്നെ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉള്ള മനോഹരമായ തോട്ടമായിരുന്നു അല്ലേ? അപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ ഇതെല്ലാം ഭക്ഷിക്കാം അല്ലേ? ചാമ്പയ്ക്കായുണ്ട്, പേരയ്ക്കായുണ്ട്, കരിക്കിട്ട് തിന്നാം അല്ലേ? ചക്ക നല്ല ചുമന്ന തേൻവരിക്കയുണ്ട്, ഇതെല്ലാം കഴിക്കാം. പക്ഷേ എന്തുമാത്രം കഴിക്കരുത്? നടുവിൽ നിൽക്കുന്ന വൃക്ഷം മാത്രം, അതിൻ്റെ ഫലം നീ കഴിക്കരുത്. ഇത് കഴിച്ചാൽ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും അല്ലേ? ആരോടായത് പറഞ്ഞത്? ഹവ്വായോട്. ആദാമിനോട് ഹവ്വായോട് പറഞ്ഞു അല്ലേ? ഹവ്വ അത് കേട്ടങ്ങ് മറന്നുപോയി. അതേസമയം ഹവ്വ അതിൻ്റെ അടുത്ത് ചെന്നപ്പോഴേ നല്ല ചുമന്നിരിക്കുന്നു അല്ലേ? അപ്പോഴതിനകത്ത് ഒരാളുണ്ടായിരുന്നു. ആരായിരുന്നു? ഭർത്താൻ ഇങ്ങനെ ചായച്ചു കൊടുത്തു അല്ലേ? അതിങ്ങനെ കുലുക്കി കാണിച്ചു അല്ലേ? അപ്പോഴിങ്ങനെ ചുമന്ന പഴം ഇങ്ങനെ കാണും അല്ലേ? ഹവ്വായുടെ നാട്ടിൽ കൂടെ വലിയ റോഡൊഴുകി അല്ലേ? ഇത് ബാക്കിയെല്ലാം തിന്നാം, പക്ഷേ ഇത് തിന്നരുതെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് വന്നപ്പോൾ എന്തോ ഇതും ഇങ്ങനെ ചായച്ചു കൊടുത്തു. പറിച്ചു കൊടുത്തോ? പിശാചെന്തോ ഇത് ഇങ്ങനെ ചായച്ച് കൊടുത്തു അല്ലേ? ചായച്ചൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്തോ ചെയ്തു? ഹവ്വ അത് പറിച്ചു അല്ലേ? അപ്പോൾ നല്ല വാരിയിൽ നിന്നുണ്ടാക്കിയതാണ്. ആദ്യം അവിടെ വന്നിരിക്കുന്നു. അത് കഴിഞ്ഞ് എന്തോ ചെയ്തു? ജോലിയൊക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന ആർക്ക് കൊടുത്തു? ആദാമിന് കൊടുത്തു. ആദാമിനൊന്നും പറഞ്ഞില്ല, കഴിച്ചു. ഇച്ചിരി കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി സംഗതി പാളി അല്ലേ? അപ്പോഴെന്തോ ചെയ്തു? നഗ്നരെന്നറിഞ്ഞു അല്ലേ? അവരെ ഒളിച്ചിരിക്കുകയാണ്. എല്ലാ ദിവസവും 4 മണി കഴിയുമ്പോൾ നമുക്കറിയാം, സ്കൂളിൽ 4 മണിക്കിൻ്റെ ബെല്ലടിക്കുമ്പോൾ പിള്ളേർ ചാടി ഇരിക്കും അല്ലേ? മറ്റു പല പണിയുണ്ടെങ്കിലും നമ്മളങ്ങനെ ഇരിക്കും, കാരണം അവിടെ ഇരിക്കണം. 4 മണിക്കിൻ്റെ മണി അടിക്കുമ്പോഴത്തേ ചാടി കഴിയും. പിന്നെ 4 മണിയാകുമ്പോഴത്തേക്ക് ദൈവം തമ്പുരാൻ തോട്ടത്തിലേക്ക് വരും. അപ്പോഴത്തേക്ക് പൂച്ചയുണ്ട്, മുയലുണ്ട്, ആടുണ്ട്, എരുമയുണ്ട്, പോത്തുണ്ട്, പുലിയുണ്ട്, ആനയുണ്ട്. ഇതെല്ലാം വലിയ സന്തോഷമാണ് അല്ലേ? ആദാമും ഹവ്വായും ഒക്കെ വളരെ സന്തോഷത്തോടെ വരുന്നു. പക്ഷെ അന്നപ്പോൾ ആരില്ല? ആദാമും ഹവ്വായും മാത്രം ഇല്ല അല്ലേ? ആദാമും ഹവ്വായും ഇല്ല, ബാക്കി എല്ലാവരും ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പോൾ കർത്താവ് എന്തോ ചെയ്തു? ഓരോരുത്തരെയും വിളിച്ചു. ആദാമേ, നീ എവിടെയാണ്? ആദാം എന്തോ പറഞ്ഞു? ഞാൻ നഗ്നനായതുകൊണ്ട് ഞാൻ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ നീ നഗ്നനാണെന്ന് ആര് പറഞ്ഞു? അപ്പോഴേ ആദാം എന്തോ പറഞ്ഞു?
നീ എന്നോട് കൂടെ ഇരിക്കേണ്ടത് തന്നു, ഇവളെനിക്ക് തന്നു, അതുകൊണ്ട് ഞാൻ തിന്നു, ഞാൻ തെറ്റുപറ്റി. അപ്പോൾ പിന്നെ ഹവ്വായെ വിളിച്ചു. ഹവ്വായെ തിന്നരുതെന്ന് പറഞ്ഞു, തിന്നു. അപ്പോൾ അവളെന്താ പറഞ്ഞു? പാമ്പ് തന്നെ ചതിച്ചു, അതുകൊണ്ട് ഞാൻ തിന്നുപോയി, അല്ലേ? അപ്പോൾ പിന്നെ പാമ്പിനെ വിളിച്ചു, നീ എന്താണ് ഇങ്ങനെ ചെയ്തു, അല്ലേ? അപ്പോൾ ആ വിസ്താരമൊക്കെ നമുക്കറിയാം. എല്ലാ വിസ്താരങ്ങൾക്കും ഓരോരുത്തർക്കും ശിക്ഷയൊക്കെ വിധിച്ചു. അന്ന് വൈകിട്ട് കിടക്കാൻ നേരത്ത് കുറേ നേരം കഴിഞ്ഞിട്ട് ഒരു ഓർമ്മ വരുന്നില്ല. അവസാനം അവ ചോദിച്ചു, ഈ തോട്ടത്തിലൊക്കെ വെള്ളം ഒഴിക്കുന്ന ആരാണ്? അത് നമ്മളാണ്. ഇതെല്ലാം ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ആരാണ്? അത് നമ്മളാണ്. ഇന്നൊരു പഴം പറിച്ച് ഇത്രയും ചോദിച്ചു അമ്മയിലൊക്കെ എനിക്ക് ശരിക്കുന്ന കണ്ടില്ല. അവരുടെ എല്ലാം മുമ്പിലിരുന്ന് എന്നെ ആക്ഷേപിച്ചു. നിനക്ക് കഷ്ടധാരണം പ്രസവവും ഒക്കെ ഉണ്ടാവും, നീ വേർപ്പോട് ഭക്ഷിക്കും, നീ ഡ്രസ്സ് കൊടുത്ത് ഗമിക്കും, ഇതൊക്കെ ശിക്ഷ ലഭിച്ചല്ലേ? അതുകൊണ്ട് ഹവ്വ പറഞ്ഞു, നാളെ നമുക്ക് പോവാം, അല്ലേ? കല്യാണം കഴിച്ചിട്ട് വന്നു കഴിയുമ്പോൾ ആദ്യത്തെ ഒരാഴ്ച കഴിയുമ്പോൾ പെണ്ണ് പറയും നമുക്ക് പോവാം, അല്ലേ? ഒരു മുറിയാണെങ്കിലും മതി, ഈ അമ്മായിയമ്മയുടെ അധികാരത്തിൽ നിന്ന് പോകാം. പക്ഷെ ഇപ്പൊ അമ്മായിയമ്മമാരാണ് അറിയുന്നത്. വരുമ്പോഴേ മരുമോള് താമസമൊക്കെ കഴിയും. പിന്നെ അമ്മായിമാരും മരുമോളെ കേട്ടോ, പണ്ടങ്ങനല്ല, അമ്മായിമാരുടെ ഇതുണ്ടല്ലേ. അപ്പോൾ ഹവ്വ പറഞ്ഞു, പക്ഷെ രാവിലെ നമ്മൾ കൊണ്ടുവന്ന് പോകണം. നമ്മൾ കഷ്ടപ്പെട്ട് ഈ തോട്ടത്തിന് വെള്ളം ഒഴിച്ച് പുല്ല് പറിച്ച് ഇതെല്ലാം ചെയ്തിട്ട് ഒരു പഴം പറിച്ചതിന്, ഇല്ലേ, ഒരു പഴം പറിച്ചതിന് ഇത്രയും വലിയ ശിക്ഷയൊക്കെ നമുക്ക് നൽകാമെന്ന് പറഞ്ഞാൽ നമുക്കിവിടെ നിൽക്കേണ്ട. അതുകൊണ്ട് രാവിലെ തീരുമാനം പറയണം. ആദാം തെറ്റും പറഞ്ഞ് കിടക്കുവാണ്. ആദാമിന് ഭർത്താവിൻ്റെ കൽപ്പന കേൾക്കണമോ അതോ ഭാര്യയുടെ വീട്ടില്ലെങ്കിൽ ജീവിക്കാനൊക്കെ ഇല്ലെന്നറിയാം, അല്ലേ? ഭർത്താവിൻ്റെ കൽപ്പന അനുസരിക്കണമെന്ന് ആദാമിന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് ഈ കുഞ്ഞിനെ കടന്ന് രാവിലെ ചാടിയിട്ട് ചോദിച്ചു, പുരുഷ തീരുമാനമെടുത്തോ? നമുക്കൊന്ന് പോകണം. ഈ പോയാൽ എന്ത് ചെയ്യും? ഇല്ല, നമുക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, അല്ലേ? അപ്പോഴങ്ങനെ ഇവിടെ തയ്യാറായി ഉള്ളതൊക്കെ ബാഗിലൊക്കെ എടുത്ത് പാക്ക് ചെയ്തുള്ള സാധനമൊക്കെ ഒരു വലിയ ബാഗെടുത്ത് രണ്ടാമത്തെ തോളിൽ കൊടുത്തു. വേറെ ഒരു എടുത്ത് അവർ രണ്ടുപേരും ഓട്ടത്തിലൂടെ വരിക. വെളിയിൽ വരാൻ വന്നപ്പോഴാണ് ഹവ്വായ്ക്ക് തോന്നുന്നത്, ഏതായാലും ഈ കുന്തം കൊണ്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത്, എന്നാൽ അതിൻ്റെ ഒരു കമ്പ് കുടിച്ചോണ്ട് പോകാം. അവർ ഓടിച്ചെന്ന് നടന്ന നിമിഷത്തിൻ്റെ ഒരു കമ്പും വെട്ടി ആ വായിക്കണമെന്ന് വെച്ച് പുറത്തോട്ടിറങ്ങി. പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് എവരിതിങ് വാസ് പോസിറ്റീവ്. എല്ലാം വന്യമൃഗങ്ങളാണ്. ഏതന്തോട്ടത്തിലെല്ലാം ഇണങ്ങിയാണ്. ഈ ആനയും കടുവായും എല്ലാം ചേർത്ത് പോവുകയാണെങ്കിൽ വെളിച്ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും മുള്ളും പറക്കാരി. അപ്പോഴതാ വേണ്ടി ഞാൻ ഇന്നലെ പറഞ്ഞില്ലയോ, വാ മനുഷ്യ നമുക്ക് ജീവിക്കാം, അല്ലേ? നമുക്ക് ആ മമ്മട്ടിയൊക്കെ വെച്ച് ഒരു വീടൊക്കെ വെച്ച് എല്ലാം വെച്ചു. അപ്പോൾ ഏതന്തോട്ടം ഗേറ്റൊക്കെ ക്ലോസ് ചെയ്യും. ഏതന്തോട്ടത്തിനോട് ഇനി കയറാൻ വേണ്ടി അത് കഴിഞ്ഞ് നമുക്കറിയാം രണ്ട് പിള്ളേരുണ്ടായില്ല. ആദാമുണ്ടായ ആദ്യത്തെ കൊണ്ട് പേരെന്തുവാ? മോഹൻലാലാണ്, കായ്. പിന്നെ മറ്റേത് ആവേൽ. എന്നിട്ട് ആരാരെ കായൽ ആവേലിനെ കൊണ്ടു, അല്ലേ? പിന്നെ അങ്ങോട്ട് ദുരിതത്തിൻ്റെ കാലഘട്ടമാണ്. സഹോദരനെ കൊണ്ടും അങ്ങനെ യുദ്ധങ്ങളെല്ലാമായി. ഏതെന്തോട്ടത്തിൽ എല്ലാ ദിവസവും 4 മണിക്ക് വരുമ്പോഴത്തേക്ക് എല്ലാം തൂക്കുവാനല്ലേ, പെണ്ണുങ്ങളൊക്കെ പോയി കഴിഞ്ഞാൽ വീട്ടിൽ തൂക്കാൻ ആളില്ല, പുല്ല് പറിക്കാൻ ആളില്ല, എല്ലാം ഇങ്ങനെ കിടക്കും. അവസാനത്തെ വാടി കിടക്കുന്നു, മുയലവിടെ ഇങ്ങനെ കിടക്കുന്നു, അല്ലേ? എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞു, നമുക്ക് ആദാമിനെ തിരികെ കൊണ്ടുവരണം, അല്ലേ? പഴയ സന്തോഷം കഴിഞ്ഞു. ഇപ്പോൾ എല്ലാം ഒന്നിനൊന്നും കിടക്കുകയാണ്, ഒന്നും നോക്കാൻ ആളില്ല. 4 മണിക്ക് യഹോവയായ ദൈവം വരുമ്പോൾ ബാക്കി എല്ലാവരും ഉണ്ട്, പക്ഷേ ഒന്നും അടുപ്പിച്ചിട്ടേയില്ല, അല്ലേ? അപ്പോൾ നമുക്കറിയാം, വീട്ടിൽ പെണ്ണുങ്ങളൊന്നും ഇല്ലാതിട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച അവരെല്ലാം അവിടുത്തെ തൂക്കുവാരി അവിടെ കൊണ്ടുപോകും, ചട്ടിക്കെല്ലാം കൂടെ വെക്കും, ആകെ ഡിസോർഡറാണ്. അപ്പോഴേ അവരെല്ലാവരും കൂടെ ചേർന്ന് കർത്താവിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ആദാമിനെ ഇങ്ങനെ തിരികെ കൊണ്ടുവരാം, അല്ലേ? ആദാമിനെ കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം?
ഗേറ്റ് തുറന്ന ഉടനെ കയറി വരാനുള്ളത്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ പോയവനെ കൊണ്ടുവരാം. അപ്പോഴതിന് പറ്റിയതായി മനുഷ്യജന്മം കൊടുക്കാനായിട്ട് തയ്യാറായെങ്കിലും എല്ലായിടത്തും നമുക്ക് നോക്കി യേശു ക്രിസ്തുവായിട്ട് ജനിക്കാൻ, കർത്താവിന് ജനിക്കാൻ പറ്റിയ ഒരാളെ കണ്ടു. അല്ലെ, ഇവിടെ കണ്ണൂഴിയിൽ വന്ന് ചോദിച്ചു. അങ്ങനെ ഇവിടെ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞു, പ്രസവിച്ചിട്ട് തരാതിയൊക്കെ വളർത്തിക്കോളാം, അല്ലെ, ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ പഠിപ്പിച്ചോളാം, എല്ലാം ചെയ്തത്. പക്ഷെ പ്രസവിക്കാൻ വയ്യ, അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഗബ്രിയേൽ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു. ഇങ്ങനെ വേദനയ്ക്ക് ഒരു നല്ല കൺമണി, അല്ലേ, നല്ല ബംഗാരങ്ങളത്തെ കണ്ടിട്ടുണ്ട്, അവിടുത്തെ രോഗിയാണ്. അപ്പോൾ ഉടനെ പറഞ്ഞു, അവളോട് ചെന്ന് പറ, അല്ലേ? അപ്പോൾ ഗബ്രിയേൽ ചെന്ന് മറിയാമിനോട് പറഞ്ഞു, അല്ലേ? മറിയാമിനെ പറഞ്ഞു, ഞാൻ കഥ എളുപ്പം പറയാം, 10 മിനിറ്റ് അച്ഛനെനിക്ക് പറഞ്ഞുള്ളൂ. അപ്പം മറിയാം എന്താ പറഞ്ഞു? ഞാൻ അമ്മയോട് ചോദിക്കട്ടെന്ന് പറഞ്ഞു. എൻ്റെ കൂട്ടുകാരിയോട് ചോദിക്കട്ടെ, വാട്സപ്പിൽ ഒരു മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ മാലാഖ വന്ന് ചോദിക്കുന്നു, അല്ലേ, ചാറ്റ് ജിപിയിൽ ഒന്ന് അടിച്ചിട്ട് അതിന് ഉത്തരവെന്തോ അങ്ങനെ വല്ലതും പറഞ്ഞു. മറിയാം എന്താ പറഞ്ഞേ? ഞാൻ കർത്താവിന്റെ ദാസി, എൻ്റെ ഇഷ്ടം. നല്ല പ്രായമുള്ള സക്രിയായോട് ചോദിച്ചപ്പോൾ സക്രിയായോട് പറഞ്ഞു, ഇതെങ്ങനെ സംഭവിക്കും, അല്ലേ? അത് സംഭവിക്കുന്നവരെ നീ ഉമ്മനായിരിക്കുന്നു. പക്ഷേ 13 വയസ്സുള്ള ബാലികയായ മറിയാമിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ മറിയാമെന്ന് പറഞ്ഞു, ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. അങ്ങനെ മറിയാമിൽ നിന്ന് തൻ ശരീരം ധരിച്ചു. യേശു ക്രിസ്തു പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമാണ്. പട്ടംകുട ശുശ്രൂഷ പങ്കെടുത്തിട്ടുണ്ടോ? ഉണ്ടോ? പട്ടം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഈ കാണുന്ന ഇവിടുന്നുമാരും അച്ഛന്മാരായിട്ടില്ലയോ? അപ്പോൾ മറിയാമിന്റെ ഉദരത്തിൽ താൻ ഇരുന്നപ്പോൾ ദൈവത്തിന്റെ സിംഹാസനത്തിൽ താൻ ഇരുന്നു. അവൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമാണ്. അങ്ങനെ ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്നു. ഏറ്റവും വലിയ അത്ഭുതം ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ ഏത് പറയും? കാനാവിൽ വെള്ളം വീണാത്തതാണ്, ലാസറിനെ ഏൽപ്പിച്ചതാണ്. പിന്നെ ഏതാ വലിയ അത്ഭുതം? ദൈവം മനുഷ്യനായിരുന്നു. നമ്മളോടുള്ള സ്നേഹത്തിൻ്റെ പേരിൽ ദൈവവും മനുഷ്യനായി. ഇപ്പോഴത്തെ ക്രിസ്മസിനെ നമ്മൾ കണ്ടാൽ ദൈവത്തിൻ്റെ വലിയ അത്ഭുതമാണ്. എല്ലാവരും കൂടെ കുപ്പിയൊക്കെ വെച്ചിട്ട് പെണ്ണുകൾ നടന്നതാണ്, അല്ലേ? രാത്രി മുഴുവനും ബഹളമാണ്. നമുക്ക് ബഹളം ഉണ്ടാക്കാൻ പറ്റുകയില്ല. ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി അവനെ ആരാധിക്കുകയാണ്. വിദ്വാൻമാർ വന്ന് സുഗന്ധദ്രവ്യങ്ങൾ സമർപ്പിച്ചു, മാലാഖമാർ വന്ന് പാട്ട് പാടി. ഇവിടെ ഈ ബഹളമൊന്നുമില്ല. അങ്ങനെ ദൈവം മനുഷ്യനായി തീർന്നതാണ് ഏറ്റവും വലിയ അനുഭവം. അങ്ങനെ ദൈവം മനുഷ്യനായി നമ്മളെ പോലെ ജീവിച്ചു. യോർദാൻ നദിയിലേക്ക് ഇറങ്ങി നമ്മളെ പോലെ സ്നാനമേറ്റു. ലോകങ്ങളെ മുഴുവൻ നിയന്ത്രിക്കുന്നവൻ മറിയാമിന്റെ ഉദരത്തിൽ വഹിച്ചു, മറിയാമിന്റെ കയ്യിൽ വഹിച്ചു. എല്ലാവർക്കും ഭക്ഷണം നൽകുന്നവൻ മറിയാമിന്റെ ഉദരത്തിൽ അല്ലെങ്കിൽ മുലപ്പാൽ കുടിച്ചു. ഇങ്ങനെ ജീവിച്ചു. 33-ാമത്തെ വയസ്സിൽ അവനെ പോഷിച്ചു. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അവൻ പോഷിക്കപ്പെട്ടു. അവൻ മരിച്ചു. മരിച്ചെങ്ങോട്ടാണ് പോയത്? കള്ളശാലയിലേക്കാണ് പോയത്. പോസ്റ്റ് ഓഫീസിലേക്കാണ് പോയത്. എല്ലാവർക്കും ഓരോ മെസ്സേജ് അയക്കും. ഞാൻ മരിച്ചു എന്ന് പറഞ്ഞപ്പോൾ മെസ്സേജ് അയക്കാനാണ് പോയത്. ഇങ്ങോട്ടാ പോയത്? പാതാളത്തിലേക്ക്. പാതാളത്തിലെല്ലാം ഇങ്ങനെ ഇരുണ്ടിരിക്കുകയാണ്, വല്ലാത്തൊരു നാറ്റം, അല്ലേ? അവിടെ ഇങ്ങനെ വലിയൊരു പരിമളം ഇങ്ങനെ, അല്ലേ? ഇവിടെ ബംഗാളികളൊക്കെ താമസിക്കുന്നിടത്ത് ഒരാൾ പെർഫ്യൂം അടിച്ചപ്പോൾ ചെന്ന് കഴിഞ്ഞാൽ എല്ലാവരും ചാടിയിട്ടുണ്ട്, അല്ലേ? അപ്പോൾ എല്ലാവരും ഒന്ന് വലിയ ഉത്സാഹം. ഞാൻ 4 മണിക്ക് മണിയടിക്കുന്നത് പോലെ എല്ലാവരും പിന്നെ ആരാണ് ഈ കടന്നു വരുന്നത്, ആരാണ് ഈ വരുന്നത്, അല്ലേ? സങ്കീർത്തനത്തിലുണ്ടല്ലോ, വാതിലുകളെ നിങ്ങളുടെ തലകൾ ഉയർത്തുകയും മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. അപ്പൊ എല്ലാവരും വന്നിട്ട് ആരാണെന്ന് വെച്ച് ഇങ്ങനെ പോവാം, അല്ലെ? അവസാനം ആരുടെ എത്തും? ആദാമിനെ കാണാൻ മനസ്സിലായി, അല്ലേ? ആദാമിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടിക്കാം, ഏതെങ്കിലും നീ നിന്നതിനായി കൈപ്പും ഞാൻ നഗ്നതയാൽ നീ ഇലകൾ ചാർത്തി നഗ്നതയോടെ അതുകൊണ്ട് നിന്റെ പാപമെല്ലാം മോചിച്ചിരിക്കുന്നു. എന്നെ തിരിച്ച് ഏതെങ്കിലും തോട്ടത്തിലേക്ക് പോവുകയാണ്.
പാതാളത്തിൻ്റെ വാതിൽ സാക്ഷാനും അല്ലേ? ഈ 4 മണിക്ക് പിള്ളേർ ചാടി കളിക്കുന്നത് പോലെയുള്ള സാധനങ്ങൾ എടുത്ത് എല്ലാവരും കൂടെ പഴയ ഏതൻ തോട്ടത്തിലേക്ക് പോവുകയാണ് അല്ലെ. ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നപ്പോൾ ആദാം ചോദിച്ചു, നമ്മുടെ ആ വരിക്കപ്പിലാക്കോ വായിക്കുന്നുണ്ടോ അല്ലേ? നല്ല ചുമന്നതാണ്, തേര് കൊടുക്കുന്നതാണ്, ആ മസാലയിൽ പൂവ് വരുന്നുണ്ടോ, ആ മുല്ലയ്ക്ക് നല്ല മണ്ണുണ്ടോ, ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ആദാം പണ്ട് വെള്ളമൊഴിച്ച സാധനങ്ങളെല്ലാം ഇങ്ങനെ ദൂരത്തിൽ ഇങ്ങനെ വരുന്ന കണ്ടു അല്ലേ. ഈയിടെ ബഹിരാകാശത്ത് നിന്ന് ഒരു സ്ത്രീ താഴോട്ട് വന്നത്, അവരുടെ പേരെന്തോ സുനിതാവിനെ എന്ന് പറഞ്ഞ പോലെ ആദാം ഇങ്ങനെ നോക്കുമ്പോൾ ദൂരെ ഏതൻ തോട്ടം കാണും. അപ്പോൾ ഏതൻ തോട്ടത്തിന് ചുറ്റും വേലി കെട്ടിയിരിക്കുകയാണ് അല്ലേ. കർത്താവിനെ ചോദിക്കുക, ഞാൻ കാരണമാണോ തോട്ടത്തിനു വേലി അല്ലേ? വേലിയെല്ലാം കെട്ടിയിരിക്കുകയാണ്. അയ്യോ ദൈവമേ, ഞാൻ കാരണമാണോ ഈ തോട്ടത്തിന് വേലിയൊക്കെ കെട്ടിയിരിക്കുന്നത്? അവനെ തിരിച്ച് ഏതൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോകുക അല്ലേ. അപ്പോൾ ഞാൻ സമയം ചുരുക്കമായിട്ടാണ് പറയുന്നത്. മനുഷ്യന്റെ പാപം നിമിത്തം ഏതൻ തോട്ടത്തിൽ നിന്ന് താഴെ പോയ മനുഷ്യനെ ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്ന് നമ്മെ പോലെ ജീവിച്ച് നമ്മുടെ പാപം നമ്മളെ ഭയപ്പെടുത്തുന്നത് എന്തോ മരണമാണ് അല്ലേ. ഇപ്പോഴേ 90 വയസ്സുള്ള വലിയ ഇവിടെ മാത്രമേ ഒരു അനുഭവമുള്ളൂ അല്ലേ. ഈ മോനോട് പറയാം, അവനെ അമ്മച്ചി ഇങ്ങനെ വയ്യാതിരിക്കുക, നീ ഇവിടെ നിന്ന് പഠിച്ചോളൂ എന്ന് പറഞ്ഞാൽ അവനിരിക്കത്തില്ലേ? ഇരിക്കത്തില്ലേ? അമ്മച്ചി അവിടെ നിന്ന് ഇങ്ങനെ ഈ ഒരു ചെറിയ അനക്കമേ ഉള്ളൂ അല്ലേ. അവരോട് പറയുകയാണ്, അവനെ അമ്മച്ചി മരിച്ചു പോയി, രാവിലെ മോർച്ചറി വെക്കാറുള്ളൂ, നീ അവിടെ ഇരിക്കണമെന്ന് പറഞ്ഞാൽ ഇരിക്കുമോ? അപ്പോൾ ആ ചെറിയ അനക്കം ജീവനാണ് നമുക്ക് ധൈര്യം നൽകുന്നത്. അപ്പൊ ജീവൻ പോയാൽ എല്ലാവർക്കും ഭയമാണ്. ഭാര്യയാണ്, മക്കളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം പിന്നെന്താ വിളിക്കുന്നത്? ബോഡിയാണ്. കയ്യിലുള്ള വിലപ്പെട്ട സാധനങ്ങളെല്ലാം ഊരിയെടുക്കും. പിന്നെ എന്തോ തന്നു കൊടുക്കും? ഈ കണ്ണാടി ഊരുകയില്ല, മോതിരം വളരെ മാലയൊക്കെ പൊട്ടിച്ചെടുക്കും അല്ലേ. പിന്നെ കണ്ണാടി മാത്രമേ തന്നു കൊടുത്തുള്ളൂ അല്ലേ. മരണമാണ് നമ്മെ ഭയപ്പെടുത്തുന്നത്. ആ മരണം ദൈവം രുചിച്ചു. നമുക്ക് വേണ്ടി മരണമില്ലാത്തവൻ നമുക്ക് വേണ്ടി മരണം രുചിച്ച് മരിച്ച ആദാമിനെ ജീവൻ നൽകി എവിടോട്ട് കൊണ്ടുപോയി? ഏതൻ തോട്ടത്തിലേക്ക് കൊണ്ടുപോയി. ഇതാണ് മനുഷ്യാവതാരത്തിൻ്റെ വലിയ സംഭവം. അപ്പോൾ ഏറ്റവും വലിയ അത്ഭുതം ദൈവം മനുഷ്യനായതും ദൈവം മനുഷ്യനുമാണ്. നമുക്ക് വേണ്ടി ദൈവം മനുഷ്യൻ അല്ലേ. കർമ്മ ചെല്ലുമ്പോൾ ദൈവമേ നീ പരിശുദ്ധനാവും, ഞങ്ങൾ പാപികളാണ് അല്ലേ. മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാവും, ഞങ്ങൾ മരണമുള്ളവരാണ് അല്ലേ. ഓരോ ഇതിനും പറയുന്നു. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി രക്ഷിക്കപ്പെട്ടവനെ ഞങ്ങളുടെ ജീവന്റെ അനുഭവത്തിലേക്ക് നയിക്കണം. ഏതൻ തോട്ടത്തിൽ നിന്ന് പുറത്തു പോയ ആളാണ്. നിങ്ങൾ വലിയ എയർപോർട്ടിലൊക്കെ പോയാൽ നിങ്ങൾക്ക് അറിയാം, നല്ല ഗേറ്റിൽ ഇപ്പോഴേ നമ്മുടെ മുഖമാണ് സ്കാൻ ചെയ്യുന്നത്. മുഖം സ്കാൻ ചെയ്തിങ്ങനെ കയറി പോവാം അല്ലേ. നിങ്ങളുടെ ഓരോ തലമുടി പോലും വ്യത്യസ്തമുണ്ട്. ഇരിക്കുന്ന 50 പേരുടെ തലമുടി എടുത്ത് നോക്കിയാലും അതൊന്നിനൊന്നും സമമല്ല. അതിൻ്റെ DNA നോക്കിയാൽ പറയും ഇത് ഇന്നാരുടേതാണ്, എത്ര വയസ്സുള്ള അമ്പച്ചിൻ്റെതാണ്, അമ്പച്ചിൻ്റെയാണ്. അത്രയ്ക്ക് സൂക്ഷ്മതയോടെയാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തിനങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? റേഷൻ കടയിൽ പോയിട്ടുള്ളൂ. റേഷൻ കടയിൽ പോയാൽ എന്താ ചെയ്യുന്നത്? കൈ കൊണ്ടുപോകും അല്ലേ. അത് കോഴിക്കോട്ട് ചെന്ന് കൈവച്ചാലും നമ്മളെ അറിയാം. പാലക്കാട് ചെന്ന് കൈവച്ചാലും ഇന്ന റേഷൻ കടയിലെ ആളാണെന്ന് അറിയാം അല്ലേ. അപ്പം കേരളത്തിലെ 23 കോടി ജനങ്ങളിൽ ആർക്കും ഇല്ലാത്ത വരെയാണ് ആർക്ക് തന്നിരിക്കുന്നത്? നമുക്ക് തന്നിരിക്കുന്നത്. എന്തിനാ ദൈവം അങ്ങനെ സൂക്ഷ്മതയോടെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്തിനാണ്? അപ്പോൾ ഓരോരുത്തരെയും നമുക്ക് തിരിച്ചറിയാം അല്ലേ. ഓരോരുത്തരെയും വലിയൊരു സ്ക്രീനുണ്ട്. അവിടെ ഓരോ സ്ക്രീനിലും നമുക്ക് ഓരോരുത്തർക്കും ഒരു ചെറിയ സ്പോട്ടുണ്ട് അല്ലേ. നിങ്ങളുടെ ഗൂഗിൾ മീറ്റൊക്കെ കണ്ടിട്ടുണ്ടോ അല്ലേ. അപ്പോൾ എല്ലാവരും കാണും. കാനഡയിലിരിക്കുന്നവരെയും കാണാം, ഓസ്ട്രേലിയയിലിരിക്കുന്നവരെയും കാണാം, പന്മൂഴിയിലിരിക്കുന്നവരെയും കാണാം. എല്ലാവരും അങ്ങോട്ടും സംസാരിക്കും അല്ലേ. നല്ല തണുപ്പത്തിരിക്കുന്നവരുണ്ട്, വലിയ ചൂടത്തിരിക്കുന്നവരുണ്ട്, രാത്രിയിലിരിക്കുന്നവരുണ്ട്, പകലത്തിരിക്കുന്നവരുണ്ട്. എല്ലാം ആ സ്ക്രീനിൽ കാണാം. എന്ന് പറഞ്ഞതുപോലെ മരിച്ച ആദാമിനെ അവരുടെ പാപത്തിൽ നിന്ന് ആ മരണത്തിന് വേണ്ടി ദൈവം നമുക്ക് വേണ്ടി മനുഷ്യനായി തീർന്നു. നമ്മളെ ഭയപ്പെടുത്തുന്ന മരണം അവൻ വിഭജിച്ചു. ആ മരണത്തിലൂടെ ആദാമിനെ തിരിച്ചങ്ങോട്ട് കൊണ്ടുപോയി. തിരിച്ചേതനിലേക്ക്
പ്രവേശിച്ചു അല്ലേ? പൂർവ്വം നീറന്മാർ എന്തോ മണ്ണിന് വേർച്ചയില്ലാ ചെയ്തു അല്ലെ? വലത്തുഭാഗത്തെ കള്ളനോടാ പറഞ്ഞു, നീ എന്നോടുകൂടി പരദീസയിലേക്ക്. അന്നേരം അവനവർ ചേരുകയാണ്. അപ്പോഴത്തേക്ക് മാലാഖമാരെല്ലാം ഇങ്ങനെ ലൈറ്റ് അടിച്ച് നോക്കുവാണ്. ഇവരിങ്ങനെ കയറി വരുന്നേ. ആരാ ഈ പാസ്വേഡ് തന്നത് അല്ലേ? അവൻ ഓരോരുത്തരുടെ ഇങ്ങനെ കൈവച്ച് ഒന്നാമത്തെ ശബ്ദം തുറന്നു, രണ്ടാമത്തെ ശബ്ദം തുറന്നു, ഇങ്ങനെ കയറി പോവുകയാണ്. മിഖായേലും ഗബ്രിയേലും ഒക്കെ പറയുകയാണ്, ചേട്ടാ കള്ളം കയറി വരുന്നു അല്ലേ? അവസാനത്തെ ഗേറ്റിൽ വെച്ച് പിടിച്ചത്. അവനോട് ചോദിച്ചു, ഈ പാസ്വേഡ് ആരാണ്? അപ്പോൾ ആരെ പറഞ്ഞു? എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അവൻ എനിക്ക് പാസ്വേഡ് തന്നിരിക്കുകയാണ്, സ്വർഗത്തിലേക്ക് പോകാനുള്ള പാസ്വേഡ്. അങ്ങനെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് ഏതൊരു തോട്ടത്തിൻ്റെ അനുഭവത്തിലേക്ക് തിരികെ എത്തുവാനായിട്ടാണ് ദൈവം മനുഷ്യനായത്. ആ മനുഷ്യാവതാരത്തിൻ്റെ പ്രധാനപ്പെട്ട സന്ദർഭമാണ് ഈ നൊയമ്പിലൂടെ നമ്മൾ ഓരോ ദിവസവും. അത് കേവലം സൗഖ്യമാകുന്നതാണ്. കർത്താവ് നമുക്ക് വേണ്ടി ദാഹമുള്ളവനായിരിക്കും. കർത്താവ് നമുക്ക് വേണ്ടി അതിഥിയായിത്തീരും. കർത്താവ് നമുക്ക് വേണ്ടി ഈ ഓരോ അനുഭവത്തിലൂടെ കടന്നു പോവുകയാണ്. ആ അനുഭവത്തിലൂടെ നമ്മൾ കടന്ന് അവൻ്റെ കഷ്ടാനുഭവത്തിൽ പങ്കാളിയായി അവൻ്റെ മരണത്തിൽ നമ്മൾ ചേർന്ന് അവനോടുകൂടെ മരിച്ച് അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് കർത്താവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയാണ്. ചിലർ ലോകത്തിൻ്റെ ഭാര്യയെ കൊണ്ടാണ് അല്ലേ? അബ്രഹാം പറഞ്ഞ് എത്രയും പെട്ടെന്ന് പോകാൻ പറഞ്ഞു. ലോകത്തും മക്കളും എല്ലാം ഓടിക്കൂടി. ആരും തിരിഞ്ഞു നോക്കി? ലോകത്തിൻ്റെ ഭാര്യയോ നെക്ലേസ് എടുത്തില്ലെന്ന് അല്ലേ? ഒന്ന് തിരിഞ്ഞു നോക്കിയത് അവിടെ അത്ഭുതമാണ് അല്ലേ? അങ്ങനെ പിന്തിരിഞ്ഞു പോകുന്നവരാണ്. കർത്താവിനോടുകൂടെ ജനിച്ചു, അവനോടുകൂടെ ജീവിച്ചു, അവനോടുകൂടെ മരിച്ചു, അവനോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയ സംഭവത്തിന് വേണ്ടി നമ്മൾ കൊടുക്കുകയാണ് അല്ലേ? അല്ലാതെ രക്ഷാകാഴ്ചയുടെ കുറേ പൊക്കയൊക്കെ അടിച്ച് വിശന്നിരുന്ന് കഞ്ഞി കുടിച്ചേച്ച് കുറേ കൂത്തിനെയും കാളയൊക്കെ അളന്ന് നിന്ന് പഴയതുപോലെ ജീവിക്കാൻ വേണ്ടിയല്ല. ആണോ? അപ്പോൾ കർത്താവ് എന്തിനാ മനുഷ്യനായത്? രാമായണം മുഴുവൻ വായിച്ചിട്ട് സീത ആരാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് എന്തിനു വേണ്ടിയാ മനുഷ്യനായി? പാപത്തിൽ മരിച്ച ആദാമിനെ അവന്റെ ജീവിത സാഹചര്യത്തിലേക്ക് അവൻ നമുക്ക് തുല്യനായി തീർന്നു. പാപമൊഴികെ സകലത്തിനും നമുക്ക് തുല്യനായി തീർന്നു. അങ്ങനെ നമുക്ക് വേണ്ടി മരിച്ച് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന വലിയ അനുഭവമാണ് നോയമ്പെന്ന് പറയുന്നത്. കർത്താവിനോട് ചേർന്ന് ജീവിക്കുന്നത്. നമ്മളൊക്കെ നോയമ്പ് നോക്കുന്നവരാണ്. ഇങ്ങനെ നോക്കുന്നത് വിദ്യയുടെ നോയമ്പൊക്കെ എഴുതി വെച്ചേച്ച് എല്ലാ ദിവസവും നോയമ്പ് നോക്കുന്നുണ്ടോ? ഉണ്ട്. അങ്ങനെയാണോ നോയമ്പ് നോക്കുന്നത്? ഇറച്ചി മീനും അല്ല, നമ്മളെ ആനന്ദിപ്പിക്കുന്നതെല്ലാം അല്ലേ? ഈ പ്രാവശ്യം ഞാൻ ഫേസ്ബുക്ക് നോക്കുന്നില്ല. പറ്റുമോ? രാത്രി ക്ലിങ്ങെന്നൊരു ശബ്ദം കേൾക്കുമ്പോൾ ചാടി അടിച്ചു പോകും. ആരെങ്കിലും ലൈക്ക് ചെയ്തിട്ടുണ്ടോ അല്ലേ? ഇത് നമ്മെ ആകർഷിക്കുന്നതാണ്. പാല് കുടിക്കാതിരിക്കുന്നതിനേക്കാൾ ആകർഷണം ഏതാണ്? നെറ്റിനകത്തുള്ള കിടന്ന് കുരുങ്ങുകയാണ് അല്ലെ? പുലി നെറ്റിനകത്ത് വീഴുന്നത് പോലെ അതിനകത്ത് കിടന്നിങ്ങനെ കുരുങ്ങുകയാണ് അല്ലേ? ഇറങ്ങണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ ഈ നോയമ്പ് അങ്ങനെയുള്ളതിനെല്ലാം വർജിച്ച് ദൈവസന്നിധിയിൽ ദൈവത്തോടുകൂടെ ജീവിക്കുവാനുള്ള ഒരു അനുഭവമാണ്. ആ വലിയ അനുഭവത്തിലേക്ക് നമുക്കെല്ലാവരും കർത്താവിനും കൂടെ അവൻ ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ കയ്യെ പിടിക്കണം അല്ലേ? ചിലരൊക്കെ പിടിവിട്ട് താഴും. ലോകത്തിൻ്റെ ഭാര്യ അങ്ങനെയാണ്. ലോകത്തോടുള്ള ബന്ധത്തിൽ തിരിഞ്ഞു നോക്കുന്നവരാണ് അല്ലേ? ഇപ്പോഴേ സ്വർഗത്തിലോട്ട് വരുന്നില്ല. ഇച്ചിരി കഴിഞ്ഞ് ഞാൻ വന്നോളാമെന്ന് പറയും. പക്ഷേ ദൈവത്തോടുകൂടെ ചേർന്ന് വരുവാനുള്ള വലിയ അവസരമാണ് ഈ നോയമ്പിൽ. നല്ലതുപോലെ കുമ്പസാരിക്കുക, നല്ലതുപോലെ ജീവിതത്തെ ക്രമീകരിക്കുവാനുള്ള അവസരമാണ്. ആദാമിനെ അവൻ്റെ ജീവിത സാഹചര്യത്തിലേക്ക് സൃഷ്ടാവ് ഇറങ്ങിച്ചെന്ന് അവൻ ജനിച്ചതുപോലെ ജനിച്ചു, അവൻ ജീവിച്ചതുപോലെ ജീവിച്ചു. അവനെ ഭയപ്പെടുന്ന മരണമില്ലാത്ത ദൈവം രുചിച്ച് നമ്മളെ ജീവനിലേക്ക് കൊണ്ടുവരുന്ന അനുഭവം. അതിനാരാണ് സമ്മതം പറഞ്ഞത്? ഇത്രയും സംഭവങ്ങൾക്ക് കാരണക്കാരി ആരാണ്? കർത്താവിന് വരാനുള്ള ഒരുക്കങ്ങൾക്ക് ആരാ കാരണക്കാരി? മറിയാം പറഞ്ഞതാണ്, ഞാൻ കർത്താവിൻ്റെ ദാസി, നിന്റെ ഇഷ്ടം. അതുകൊണ്ടാണ് ആ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കണമെന്ന് പറഞ്ഞു. ചൊവ്വാഴ്ച പള്ളി വരുമോ? നമ്മൾ പരിമലിലെ കുർബാനയാണ് കാണുന്നത്. എന്താ? ചായ കുടിക്കുന്ന ദാസി, നിന്റെ ഇഷ്ടം. ഈ മനുഷ്യാവതാരം മുഴുവൻ യാഥാർത്ഥ്യമാകുന്ന
ചില അമ്മമാർ പിള്ളേരോട് പറയും സ്കൂളിൽ ചെന്ന് പരസ്യമായിട്ട് സംശയം ചോദിക്കും കേട്ടോ, ഒറ്റയ്ക്ക് എന്ത് സാധനം ചോദിച്ചത്, കാരണം നീ ചോദിച്ചാൽ അവൻ പഠിക്കണം അല്ലേ? അങ്ങനത്തെ ആൾക്കാരുണ്ട്. അങ്ങനെയല്ല, ഭാഗ്യങ്ങൾക്ക് അവള് ഒരു ഭാഗ്യവും അനുഭവിച്ചില്ല. 33-ാമത്തെ വയസ്സിൽ മകൻ പിടഞ്ഞു മരിക്കുന്ന കാണാനുള്ള ഭാഗ്യദോഷമാണ്. പക്ഷേ മറിയാമെന്നും ഭാഗ്യവതി എന്നാണ് ഓർക്കുന്നത് അല്ലേ? കാരണം എന്താ? ഈ ലോകത്തിന് മുഴുവൻ രക്ഷയ്ക്ക് വേണ്ടിയുള്ള മനുഷ്യാവതാരത്തിന് മുഖാന്തരമായി തീരുവാൻ അവൾ അവിടെ തന്നെ സമർപ്പിച്ചു. അതുകൊണ്ട് മറിയാമിൻ്റെ ആ ഭാഗ്യം ഓർക്കുമ്പോൾ മനുഷ്യാവതാരത്തിൻ്റെ വലിയ യാഥാർത്ഥ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ട് ആ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ്. ദൈവത്തമ്പുരാനിന്ന് എല്ലാവർക്കും അനുഗ്രഹമാകട്ടെ. സമയത്തേക്കാൾ ഒരുപാട് കൂടുതലെടുക്കും, ക്ഷമിക്കുക. ദൈവത്തമ്പുരാനികളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആ ഏതെങ്കിലും പോകാൻ ആഗ്രഹമുണ്ടോ? അതവിടൊക്കെ കിടന്നാൽ മതിയോ? പാതാളത്തിൽ പോകാനായി എന്താ പറയുന്നത്? പാതാളത്തിൽ പോകാനായി വിടാം. അങ്ങനെയാണ്, വിടത്തില്ല എന്നാണ്. വിട എന്ന് പറഞ്ഞാൽ പഴയ മലയാളമാണ് അല്ലെ? പാതാളത്തിൽ വിടുകയില്ല, സ്വർഗത്തിൻ്റെ അനുഭവത്തിലേക്ക് പോവുകയാണ്. ആ അനുഭവം കിട്ടാൻ വേണ്ടിയാണ് നോമ്പ് നോക്കുന്നത്. ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അവസരം നിന്ന് പ്രിയപ്പെട്ട അച്ഛനോടും ഷോണോട് ഓറയിൽ പഠിച്ച ആളാണ്. നമ്മുടെ ഓതറേതായാലും ഷോണ ഉണ്ടായിരുന്നു. ഷോണിൻ്റെ സഹോദരൻ്റെ വിവാഹത്തിന് ഞാൻ വന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടുക്കിയിലുള്ള പ്രിയപ്പെട്ട ഡോക്ടർ രാജു ഇപ്പോഴും അവിടെ ചെല്ലുമ്പോൾ കാണുന്നതാണ്. അദ്ദേഹം ഈ ഡോക്ടറാണെന്നാണ് നിലയിലുള്ള പറഞ്ഞത് അല്ലേ? നിങ്ങളെല്ലാവരെയും കാണുന്നതിൽ സന്തോഷമുണ്ട്. ഇതൊക്കെ സംശയങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ തിരുമേനിയോട് ചോദിക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ തിരുമേനി ആൻസർ പുരുഷന്മാരുടെ മുമ്പ് ആരെയൊക്കെ പറ്റു മോശം ഏരിയയായിരുന്നു. അവരെ യെരൂശലേമിൽ സംഭവിക്കുന്ന നിര്യാണത്തെ കുറിച്ചാണ് സംഭവിച്ചത്. അതുപോലെ തന്നെ ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിലുണ്ട്. ശമൂവേലിനെ ഒരു സ്ത്രീ വിളിച്ച് കൊടുക്കുന്നു അല്ലേ? അപ്പോൾ അവരെ നമ്മുടെ ദൃശ്യ ലോകത്തിൽ നിന്ന് മാറുന്നതേ ഉള്ളൂ അല്ലേ? പ്രായത്തിൻ്റെ വല്യപ്പന്മാരും വല്യപ്പച്ചന്മാരും ഒക്കെ മരിക്കാറാകുമ്പോൾ പറഞ്ഞിട്ട് കുഞ്ഞമ്മ വന്നിരിക്കുന്നു, അറിയാൻ വന്നിരിക്കുന്നു എന്നൊക്കെ പറയും അല്ലേ? ഇവിടെ എന്താ പറയും? ഓ ഉച്ചക്കൈയൊക്കെ പറയുന്നു. നമ്മുടെ കണ്ണിന് കാണാത്ത ഒരുപാട് കാര്യങ്ങളോ അല്ലേ? ഒരു വീട്ടിൽ കള്ളം കയറിയാൽ പോലീസൊക്കെ വരുന്ന അത് കഴിഞ്ഞിട്ട് ആരെയെ കൊണ്ടുവരുന്നത്? പോലീസ് നായ കൊണ്ടുവരും അല്ലേ? പോലീസ് നായ കള്ളം പോകാൻ വഴിയില്ല, നമുക്ക് കാണാൻ പറ്റുമോ? അത് ആയിരക്കണക്കിന് പേരെ കൊണ്ടുപോയി പോയി. പക്ഷേ പോലീസ് നായക്കറിയാം ഓടിപ്പോയ വഴി അവൻ ഐഡൻറ്റിഫൈ ചെയ്യും. അവിടെ പോയി ബാത്റൂമിന് മുകളിൽ കയറി അവിടെ നിന്ന് താഴോട്ട് ചാടി കിണറിൻ്റെ അപ്പുറത്തോടെ പോയി. ഇതെല്ലാം അവൻ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം നമുക്ക് കാണാൻ വയ്യാത്തതുകൊണ്ട് അതില്ലെന്ന് പറയണോ? പിന്നെ അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ വേണ്ടി ഇവിടെ ജീവിക്കേണ്ടത്. വേറെ എന്തെങ്കിലും അത് സുറിയാനിയിലെ ഒരു പ്രയോഗമാണ്. ആത്ത് എന്ന് പറയുന്നത് ഈ ഏറ്റവും ബഹുമാനമുള്ളത് ഏറ്റവും ബഹുമാനം കൊടുക്കുന്നവർ ഒരേ രീതിയിലാണ് പറയുന്നത്. നിന്തിരുവടി എന്ന് പറയും, രാജാക്കന്മാരോടൊപ്പം പറയും എന്ന് പറയുന്നത് പോലെ സെമറ്റിക്കിലാക്കിയതിലെ ഒരു പ്രയോഗമാണ്. അത് മലയാളത്തിലാക്കിയപ്പോൾ നമുക്കിപ്പോൾ ഇംഗ്ലീഷിലെ ഭാഷയും ഹിന്ദിയിലും മലയാളത്തിൽ അത്രയും വ്യക്തമല്ല. തൂ തും ആം അല്ലേ? ഇത് പഠിക്കുന്നവരുണ്ടോ? അപ്പോഴേ ഇംഗ്ലീഷിൽ ആർ യു ഗോയിങ് ടു ദ ചർച്ച് അതിനോട് ചോദിക്കുകയാണ്, ആർ യു ഗോയിങ് ടു ദ ചർച്ച് അല്ലേ? അത് തർജ്ജമ ചെയ്താൽ എന്തിനാണ് പറയുന്നത്? നീ എന്ന് പള്ളി പോകുന്നതാണ് മലയാളത്തിൽ തർജ്ജമ ചെയ്യാൻ ചോദിക്കാൻ പറ്റുമോ? അപ്പനോട് ചോദിക്കാം, ആർ യു ഗോയിങ് ടു ദ ചർച്ച് ടുഡേ ചോദിക്കാം. അപ്പനൊന്നും തോന്നുന്നില്ല. അത് മലയാളത്തിലാക്കാൻ ചോദിച്ചാൽ എങ്ങനെ ചെയ്യും? നീ എന്ന് പള്ളി പോകുമെന്ന് ചോദിച്ചാൽ അടി പാഴ്സലായിട്ട് വരും അല്ലേ? ഓരോ ഭാഷയിലുള്ള ചില വ്യത്യാസങ്ങളാണ്. ആ ഭാഷയിൽ നമുക്കറിയാം
ദൈവത്തെയാണ് വിളിക്കുന്നത്. ദൈവത്തിൻ്റെ അല്ല വലിയ ബുദ്ധിയൊന്നും കൊടുക്കേണ്ട കാര്യമില്ല. അത് ആ ഒരു പ്രയോഗത്തിൽ വരുന്നതാണ്. അങ്ങനെ ചെയ്തോ, അത് കുഴപ്പമൊന്നുമില്ല. പിന്നെ നിയമത്തിൽ ഇച്ചിരി എണ്ണം കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല. ഭാഷയിലെ ഒരു പ്രയോഗമാണ്. അതെല്ലാം ഈ യഹൂദന്മാരുടെ ഒരു രീതിയാണ്. 40-ാം ദിവസമാണ് സ്വർഗത്തിലേക്ക് പോകുന്നതെന്നുള്ള ഒരു ഇതല്ല. നിങ്ങളൊരു കാര്യം ചിന്തിക്കണം. ഇവിടുന്ന് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ ചൊവ്വായിലേക്ക് വേടം വായിച്ചു അല്ലേ? ചൊവ്വായിൽ ഒരു ദിവസം എത്ര ദിവസമാണ്? സൂര്യൻ കാണുന്ന എത്ര ദിവസമാണ്? 14 ദിവസമാണ്. ഇവിടുത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് നമ്മുടെ 14 ദിവസമാണ്. അപ്പോൾ അത് തുടങ്ങുന്ന സമയം കൊണ്ടുവന്ന ആ സാധനം ലാൻഡ് ചെയ്യും അല്ലേ? ഹൈദരാബാദിലിരിക്കുന്നവരാണ് കമാൻഡ് കൊടുക്കുന്നത്. ടൈപ്പ് ചെയ്തിട്ട് കൈ പൊക്കുക, കാല് പൊക്കുക, അങ്ങോട്ട് പോയിക്കൊണ്ട് പോകും. ഇത് ഇത്രയും ദൂരത്തിൽ അവിടെ ചെന്ന് എങ്ങനെയാണ് സന്ദേശം പോകുന്നത്? നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ അടുത്തിരിക്കുന്നവരോട് നീ അങ്ങോട്ട് മാറിയിരിക്കുന്നു ഞാൻ കേൾക്കുന്നില്ല അല്ലേ? അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാരെ ചൊവ്വാഗ്രഹത്തിൻ്റെ അതിർത്തിയിൽ അവിടെ തന്നെ ഇന്നും മലയൊക്കെ ഉണ്ട്. അതല്ലാതെ നിരപ്പായ സ്ഥലത്ത് അതിൻ്റെ പശ്ചിമ ഭാഗത്ത്, കിഴക്ക് ഭാഗത്താണ്. ഇതുവരെ എപ്പോഴും പടിഞ്ഞാറ് ഭാഗത്താണ് ഇറങ്ങിയെങ്കിൽ കിഴക്ക് ഭാഗത്ത് ഇറങ്ങാൻ ഭാരതത്തിൻ്റെ ശാസ്ത്രജ്ഞന്മാർക്ക് സാധിച്ചു. ഗുരുത്വാകർഷണമൊക്കെ അതിലേക്ക് പോകാൻ അല്ലേ? അതിൻ്റെ കാൽക്കുലേഷനാണ് അല്ലേ? അപ്പോഴേ നമ്മളും ഈ മനുഷ്യരെ കുറിച്ചുള്ള ധാരണ ആത്മാവ് കുറേ നാൾ അതിന് ആ വിസിനിറ്റിയിലൊക്കെ കാണുന്നതാണ്. മനുഷ്യാത്മാവ് നമ്മുടെ മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് നമ്മുടെ നഖം വളരും, തലമുടി വളരും, വേർപ്പുണ്ടാകും. അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞേ അതൊക്കെ നിൽക്കുകയുള്ളൂ. ഇപ്പോഴേ മരണമെന്ന് പറഞ്ഞ് ഈ കാറ്റ് പോകുന്നത് മാത്രമല്ല മരണം പോകുന്നത്. അതിന് ശരീരത്തിൻ്റെ മുഴുവൻ ലീക്കയിലേക്ക് പോകുന്നതിന് ഇതുണ്ട് അന്നത്തെ കാലത്ത്. അതുകൊണ്ട് ഈ മരിച്ചു പോയവരുടെ ഈ ദുഃഖം ഒന്ന് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി 9-ാം ദിവസം പോയി കല്ലറയ്ക്ക് പോയി കുർബാനയെ ചൊല്ലി പ്രാർത്ഥിച്ചു. അങ്ങനെ ആ 40 കഴിയുമ്പോഴത്തേക്ക് അവർക്ക് റിലീഫ് അല്ലേ? ഞങ്ങൾ ചില കർമ്മങ്ങളൊക്കെ ചെയ്യും. അതിന് അങ്ങ് ചെല്ലുമ്പോൾ ചോദിക്കുന്നു 40-ന് എന്താ പ്രാധാന്യം? എല്ലാ മതത്തിലും 40 ദിവസം എന്ന് പറഞ്ഞ മൃഗത്തിൻ്റെ ദിവസം. നമ്മുടെ കർത്താവും ഉയർത്തെഴുന്നേറ്റ് 40 ദിവസം ശിഷ്യന്മാർക്കൊക്കെ പ്രത്യക്ഷനായി. 40-ാം ദിവസമാണ് അവന് സ്വർഗത്തിലേക്ക് പോയത്. അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. പിന്നെ നമ്മുടെ ഇറച്ചിയൊക്കെ കഴിക്കേണ്ടവർക്ക് 41-നാണ് അടിയന്തരം നടത്തുന്നത്. 40 ദിവസം വരെ നോയമ്പാണ്. 41-ാം അടിയന്തരം എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? അതെന്തിനാണ് നടത്തുന്നത്? 40 ദിവസം നോയമ്പാണ്. അതിൻ്റെ അടുത്ത ദിവസം എല്ലാവരെയും വിളിച്ച് ഇന്നത്തെ കാലത്ത് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പന്തലിടാനാളുകൾ, പെട്ടി ഉണ്ടാക്കാനാളുകൾ, എടുത്തോണ്ട് പോകാൻ ഇവരെ എല്ലാവരും വിളിച്ച് ഒരു ഭക്ഷണം കൊടുക്കും. ഒരു സന്തോഷമാണ്. 41-ാമത്തെ ദിവസമാണ് ഇറച്ചി മീനുകളോ കൊടുക്കുക. 40-ാം ദിവസമാണ് വെജിറ്റേറിയൻ. അതുകൊണ്ടാണ് വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? എല്ലാവർക്കും മരിച്ചവരെ കുറിച്ചാണ് ഇതിനുണ്ടോ? ചോദ്യമുണ്ടോ? ഇങ്ങോട്ട് കയറിയിരുന്നോ? മോളെ
ഇരുന്ന് വരുമോ നീ മുട്ട് ഇരുന്ന് ഓക്കെ